സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് റിപ്പീറ്റഡ് റാങ്ക്സ് വന്നിട്ട് റാങ്ക് കോറിലേഷനിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒബ്റ്റെയിൻ ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. ഈ ഒരു ഡാറ്റയുടെ കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്തു, താഴെ എഴുതിയതാണ് എക്സും വൈയും. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ റൗണ്ട് ഇട്ടിരിക്കുന്നതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള റാങ്കുകളാണ്. ഓക്കെ, 64 ആണ് ഒന്ന് റിപ്പീറ്റ് ചെയ്തത്, ദെൻ 75 ആണ് മറ്റൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, ദെൻ 68 ആണ് വേറൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് വൈയുടെ ബാച്ചിലർ. അപ്പോൾ ഇതിന്ന് നമ്മൾ ഇനി റാങ്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ റാങ്ക് കൊടുക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, റിപ്പീറ്റഡ് റാങ്ക്സ് വരികയാണെങ്കിൽ അതിൻ്റെ ആവറേജ് കണ്ടുകൊണ്ട് റാങ്ക് കൊടുക്കണം, അല്ലാതെ സാധാ പോലെ എന്ത് ചെയ്യണം, റാങ്ക് കൊടുക്കണം. അപ്പം നമ്മളിതിന് റാങ്ക് കൊടുക്കാൻ പോവാണ്. അപ്പം എക്സിൻ്റെ ബാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, RX ആണ് നമ്മളിനി നോക്കുന്നത്. അപ്പം എക്സിൻ്റെ ബാച്ചിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് റാങ്ക് കൊടുക്കേണ്ടത് ഏതിനാണെന്ന് നോക്കാം. ഫസ്റ്റ് റാങ്ക് ഉള്ളത് ഏതിനാണ്, 80ക്കാണ് ഫസ്റ്റ് റാങ്ക്. അപ്പോൾ 80ക്ക് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ദെൻ സെക്കൻഡ് റാങ്ക് ഉള്ളത് 80 കഴിഞ്ഞിട്ട് സെക്കൻഡ് റാങ്ക് വരുന്നത് 75 ആണ്. ഓക്കെ, 75. പക്ഷേ 75 ഇവിടെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 75ൻ്റെ റാങ്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ 75ൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്, 2 തവണ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ആണ് ഇതിന് വരിക. അപ്പോൾ 2 തവണ റിപ്പീറ്റ് ചെയ്തു, ഇതിൻ്റെ ആവറേജ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കണേ ആ റാങ്കുകൾ ഏതാന്ന് നോക്കുക. സെക്കൻഡ് റാങ്കിലും തേർഡ് റാങ്കിലും വരേണ്ടതായിരുന്നു. അപ്പോൾ 2 + 3 / 2 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2.5 ആണ് ആൻസർ കിട്ടുക. അപ്പം നമ്മൾ 75യുടെ സ്ഥാനത്ത് നമ്മൾ റാങ്ക് കൊടുക്കേണ്ടത് എത്രയാണ്, 2.5 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ സ്ഥാനത്തുള്ള റാങ്ക് നമ്മൾ കൊടുക്കേണ്ടത് 2.5. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇനി സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ഉണ്ടാവില്ല, കാരണം നമ്മളത് 3 റാങ്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് 4th റാങ്ക് ആണ് ഉണ്ടാവുക. ആ 4th റാങ്ക് ഇത് കഴിഞ്ഞിട്ടുള്ളത് 68 ആണ്. 68ന് നമ്മൾ 4th റാങ്ക് കൊടുത്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിലും നെക്സ്റ്റ് റാങ്ക് കൊടുക്കേണ്ടത് ഇതിലേറ്റവും വലുതുള്ളത് 64 ആണ്. പക്ഷേ 64 ഇവിടെ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 64 ഇവിടെ ഒരു 64 ഉണ്ട്, ഇവിടെ ഒരു 64 ഉണ്ട്. അപ്പോൾ 4th റാങ്ക് വരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ള റാങ്കുകൾ മൊത്തം റിപ്പീറ്റാണ്. 5th റാങ്കും 6th റാങ്കും 7th റാങ്കും റിപ്പീറ്റാണ്. അപ്പം നമ്മൾ 64ൻ്റെ റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ റാങ്കാണ്, 5th റാങ്ക് ഉണ്ട്, 6th ദെൻ 7th റാങ്കും കൊടുക്കേണ്ട ആ പൊസിഷനിലുള്ള 3 സംഖ്യകളും റിപ്പീറ്റഡ് ആണ്. അപ്പം നമ്മൾ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 6 എന്നാണ് ആൻസർ കിട്ടുക. അപ്പം നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്യുന്ന ആ സംഖ്യക്ക് നമ്മൾ കൊടുക്കേണ്ടത് 6 ആണ്. ഓക്കെ, 6 കൊടുക്കുക. 64ൻ്റെ സ്ഥലത്ത് 6 കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ 7th റാങ്ക് വരെയുള്ള കാര്യങ്ങൾക്കുള്ള റാങ്ക് നമ്മൾ അലൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 8th റാങ്ക് ആണ് ഉള്ളത്. ഓക്കെ, 8th റാങ്ക് നമുക്ക് വരുന്നത് നെക്സ്റ്റ് സംഖ്യ 55നാണ് നമ്മൾ 8th റാങ്ക് കൊടുക്കുക. ദെൻ 9th റാങ്ക് നമ്മൾ 50ക്ക് കൊടുക്കും. ദെൻ 40ക്ക് നമ്മൾ എന്ത് കൊടുക്കും, 10th റാങ്ക് കൊടുക്കും. അപ്പം നമ്മൾ RXൻ്റെ റാങ്ക് എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അതേപോലെ RY കണ്ടുപിടിക്കുകയാണ്. RYക്ക് ഫസ്റ്റ് റാങ്ക് ഏതിനാണ് കൊടുക്കുക, 81ന് കൊടുക്കും. സെക്കൻഡ് റാങ്ക് ഏതിന് കൊടുക്കും, 70 ആണ് പിന്നെ ഉള്ളത്, 70ക്ക് കൊടുക്കും സെക്കൻഡ് റാങ്ക്. പിന്നെ നെക്സ്റ്റ് തേർഡ് റാങ്ക് കൊടുക്കണമെങ്കിൽ തേർഡ് റാങ്ക് കൊടുക്കേണ്ട സ്ഥലത്ത് 68ഉം 4th റാങ്ക് കൊടുക്കേണ്ടത് റിപ്പീറ്റഡ് ആണ്, 68ഉം വന്നിട്ടുണ്ട്. അപ്പോൾ 68 നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പോൾ 68 ഏതിൻ്റെയൊക്കെ സ്ഥാനത്താണ് വന്നത്, തേർഡ് റാങ്കും + 4th റാങ്കും ആണ് നമുക്ക് റിപ്പീറ്റഡ്. അപ്പോൾ നെക്സ്റ്റ് അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ആൻസർ, 3.5 എന്ന് ആൻസർ കിട്ടും. ആ 3.5 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തേർഡ് റാങ്കിന് പകരവും അതേപോലെ 4th റാങ്കിന് പകരവും കൊടുക്കേണ്ടത് 3.5. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 2 3 4 റാങ്ക് വരെ നമ്മൾ അലൗട്ട് ചെയ്ത് കഴിഞ്ഞു. 2 റാങ്ക് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ. ഇനി നമുക്ക് 5th റാങ്ക് ആണ്. 5th റാങ്ക് നമുക്ക് 62നാണ് കൊടുക്കേണ്ടത്. ദെൻ 6th റാങ്ക് ഉണ്ട്,
സിക്സ്ത് റാങ്ക് നമുക്ക് ഇനിയുള്ളത് 60ക്കാണ്. സിക്സ്ത് റാങ്ക് 60ക്ക് കൊടുത്തു. 7th റാങ്ക് ഇനിയുള്ളത് എന്തിനാണ്? 58-നാണ് 7th റാങ്ക് കൊടുക്കേണ്ടത്. പിന്നെ 8th റാങ്ക് ഇനിയുള്ളത് 50ക്കാണ്. 8th റാങ്ക് ഇതിന് കൊടുത്തു. 9th റാങ്ക് 48-ന്. പിന്നെ 10th റാങ്ക് കൊടുക്കേണ്ടത് 45-ന്. പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഡിഫറൻസ് കാണുക എന്നുള്ളതാണ്. ഫസ്റ്റ് -1 ആണ് വരിക. ദെൻ 6 - 1, ഇതും -1 വരും, -1 വരും. ദെൻ 5 വരും. പിന്നെ നമുക്കോ -5 വരും. ദെൻ -1, ദെൻ 1, 0, ദെൻ 4 ഇങ്ങനെ വന്നു. ഇനി ഇതിൻ്റെ സ്ക്വയർ നമ്മൾ കാണണം. ഇപ്പോൾ 1, 1, 1, 1, 25, 25, 1, 1, 0, 16. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ ഈ റാങ്ക് കൊടുക്കൽ മാത്രമാണ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ വേണ്ടത് സിഗ്മ ഡി സ്ക്വയറും എന്നും ആണ് വേണ്ടത്. അപ്പോൾ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡി സ്ക്വയർ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് സിഗ്മ ഡി സ്ക്വയർ. എൻ എന്ന് പറഞ്ഞാൽ മൊത്തം നമ്പറും അല്ലേ. അപ്പോൾ സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടുക മൊത്തമായിട്ട് 72 ആണ് നമുക്ക് സിഗ്മ ഡി സ്ക്വയർ ഉള്ളത്. എൻ എന്ന് പറയുന്നത് 10 എണ്ണമാണ് തന്നിട്ടുള്ളത്. ഇതിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? കോറിലേഷൻ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. 1 - 6 സിഗ്മ ഡി സ്ക്വയർ പ്ലസ് 1/2 m³ മൈനസ് m പ്ലസ് 1/12 m³ മൈനസ് m. ഇത് എത്രത്തോളം റാങ്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ അതിനനുസരിച്ച് ഇത് കൂടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇത് കുറച്ച് ലെങ്ത്താണ്. അപ്പോൾ ഇതിനേക്കാളും സുഖമാണ് എന്ത്? ഒരു ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് ചുരുക്കി താഴോട്ട് എഴുതുമ്പോൾ നമുക്ക് ഈക്വൽ ടു 1 - 6 സിഗ്മ ഡി സ്ക്വയർ പ്ലസ് ഇങ്ങനെ എഴുതാം m³ മൈനസ് m ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം. മൊത്തമായിട്ട് ഇങ്ങനെ എഴുതാം, ഡിവൈഡഡ് ബൈ n³ മൈനസ് n. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ചുരുക്കി എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എഴുതി വെക്കാം. ഏതൊക്കെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തത്? 75 റിപ്പീറ്റ് ചെയ്തു, 64 റിപ്പീറ്റ് ചെയ്തു, 68ഉം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ 74 നമുക്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 75 അല്ലേ, 75 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ 64 ആണ്. 64 നമുക്ക് 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 68 റിപ്പീറ്റ് ചെയ്തത് 2 തവണയാണ്. അപ്പോൾ നമുക്കിവിടെ m³ മൈനസ് m കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? m³ മൈനസ് m ചെയ്യാണ്. അപ്പോൾ നോക്കാം, ഇവിടെ സൈഡ് വർക്കായിട്ട് ചെയ്യാം. m³ മൈനസ് m ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ 75ൻ്റെ m³ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ. 2³ മൈനസ് 2. ദെൻ 64ൻ്റെത് വരുന്നത് 3³ ആണ്. 3³ മൈനസ് 3. ദെൻ 68ൻ്റെത് വരുന്നുണ്ട് 2³ മൈനസ് 2. അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക എന്തൊക്കെയാണ്? ഇത് 6 കിട്ടും. പിന്നെ ഇത് നമുക്ക് എന്താണ് കിട്ടുക? 24 കിട്ടും. ദെൻ ഇത് 6 കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇക്വേഷൻ എന്താണ്? ഈ ഒരു ഇക്വേഷൻ എന്താണ്? ഒക്കെ പ്ലസ് ചെയ്യുകയാണ് അല്ലേ. m³ 1/12 പ്ലസ് ചെയ്താണ്, ഇതും പ്ലസ് ചെയ്താണ്. ഇനി എത്ര റിപ്പീറ്റ് ചെയ്യുന്നു അതൊക്കെ പ്ലസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിനെ ചുരുക്കിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. സിഗ്മ ഡി സ്ക്വയർ പ്ലസ് m³ മൈനസ് m ഡിവൈഡഡ് ബൈ 12. മൊത്തമായിട്ട് എന്ത് ചെയ്തു? 12നോട് ഡിവൈഡ് ചെയ്തു, ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതൊരു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഈ m³ മൊത്തമായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ട് മൊത്തം m³ മൊത്തമായിട്ട് ടോട്ടൽ ചെയ്യാം.
ടോട്ടൽ ചെയ്താൽ നമുക്ക് മൊത്തം 36 കിട്ടും. ഓക്കെ, 36 കിട്ടും. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം, ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം നമുക്ക് സിഗ്മ ഡി സ്ക്വയർ എത്രയാണ് തന്നത്, 72 ആണ് സിഗ്മ ഡി സ്ക്വയർ, n വന്നത് 10 ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ എഴുതുകയാണ് ഇക്വേഷനിലോട്ട്, ഈക്വൽ ടു 1 - 6 × 72 പ്ലസ് എത്രയാണ് ഇത് മൊത്തം കൂട്ടിയപ്പോൾ 36 ഡിവൈഡഡ് ബൈ 12, ഇത് ഒന്നാക്കി ഡിവൈഡഡ് ബൈ n ക്യൂബ്. n ക്യൂബ് എത്രയാണ്, 1000 വരും, അതായത് 10 ക്യൂബ് വരും, അത് -10. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1 - 6 × 72, 36 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75 ആണ് കിട്ടുക. ഓക്കെ, 75 കിട്ടും. 36 ഡിവൈഡഡ് ബൈ 12, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എഴുതാം. 1 - 6 × അതായത് ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് ആദ്യം എന്ത് ചെയ്യുക, 36 ഡിവൈഡഡ് ബൈ 12 ചെയ്തിട്ട് 72 കൊണ്ട് ആഡ് ചെയ്യുക. ഈ ബ്രാക്കറ്റ് ആദ്യം നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75 ആണ് കിട്ടുക. ഓക്കെ, 75 കിട്ടും. ദെൻ ഡിവൈഡഡ് ബൈ 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 - 10, അപ്പം 990. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1 - 6 × 75 ചെയ്ത് എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്യുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത സംഖ്യനെ 1 എന്നും മൈനസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, 0.545 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് റാങ്ക്സിൽ പ്രോബ്ലം കണ്ടുപിടിക്കുക. അപ്പോൾ കൂടുതലായിട്ട് സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് സിഗ്മ ഡി സ്ക്വയർ പ്ലസ് m ക്യൂബ് മൈനസ് m. ഈ ഒരു ഇക്വേഷനിൽ എന്താണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിങ്ങനെ ഓരോന്നും എഴുതി ഇങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് പകരമായി ഇതൊക്കെ ആഡ് ചെയ്യുക ആയതുകൊണ്ട് അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സംഖ്യകളൊക്കെ ഇങ്ങനെ എഴുതുക. അതായത് 75 റിപ്പീറ്റ് ചെയ്ത് 64, 68 ഒക്കെ റിപ്പീറ്റ് ചെയ്തതിൻ്റെ m ക്യൂബ് മൈനസ് m നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ ഇതുമായിട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക. മൊത്തമായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ആ ആഡ് ചെയ്തതായിരിക്കണം നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ.